Hello everyone, welcome to Shanu's Launch. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആക്ച്വലി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു നോർമൽ ഡേ അല്ല. ശരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി 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 സ്പെഷ്യൽ ഡേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ ബർത്ത്ഡേ ആണെന്ന്. സോ ആ ഡേ എന്ന് പറയുന്നത് എനിക്ക് ഡെഫിനറ്റ്ലി അത്രത്തോളം സ്പെഷ്യൽ ആയിരിക്കില്ല. ഇന്നങ്ങനെ ആരുടെ ബർത്ത്ഡേ ആണെന്നല്ലേ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവുക? ഇന്ന് എൻ്റെ കാറിൻ്റെ ബർത്ത്ഡേ ആണ്. ആൾ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇന്നിപ്പോൾ 2 വർഷം ആവുന്നു. ആളെ മേടിച്ച ആ ഒരു ഡേ, ആ ഒരു മൊമെൻറ്റ് അതെന്ന് പറയുന്നത് ഇസ് വെരി വെരി സ്പെഷ്യൽ. നമ്മുടെ കാറിനെ ഞാൻ ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയ മൈൽഡായിട്ട് ചെയ്തു വെച്ച ഡെക്കറേഷനാണിത്. ഇതല്ലാതെ കാർ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും വൻ ലുക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ശരിക്കും ഇതേ ലുക്കിൽ തന്നെയാണോ ഇപ്പോഴും ഇരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല. നമ്മുടെ കാറിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ കേക്ക് കട്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന് വേണ്ടി സ്പെഷ്യലായിട്ട് 2 days മുന്നേ MOTയിൽ പോയി അവിടെ ചെന്ന് നമ്മുടെ കാറിനെയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിൽ എന്തോ ഒരു കോട്ടിംഗ് ഒക്കെ അവർ ആഡ് ചെയ്തു. ബ്രാൻഡ് ന്യൂ കാറിൻ്റെ ലുക്കൊക്കെ കിട്ടുന്ന പോലെ ഒരു കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ കാറിന് വേണ്ടി സ്പെഷ്യലായിട്ട് എന്താ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കാറിൻ്റെ ബർത്ത്ഡേയുടെ സമയമാകുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ ഇൻഷുറൻസ് പുതുക്കുക, പിന്നെ അതുപോലെ പൊല്യൂഷൻ്റെ കാര്യം സെറ്റാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി ഇനി കാറിന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രം മതി. കാറിൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തു. എന്നിട്ട് മോർണിംഗ് വെച്ചിട്ട് നമ്മളെല്ലാവരും ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ സ്പെഷ്യലായിട്ട് കാറിന് വേണ്ടിയിട്ട് ഒരു പുഡിങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ആളൊരു കുക്കൊന്നുമല്ല കേട്ടോ. ആളിപ്പോൾ ജസ്റ്റ് കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആൾക്ക് പറ്റുന്ന രീതിയിൽ ആളൊരു പുഡിങ് സെറ്റാക്കി. ആ പുഡിങ് ശരിക്കും പറഞ്ഞാൽ പുഡിങ് ആയോ എന്ന കാര്യം അറിയത്തില്ല. അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. സിസ്റ്റർ എണീറ്റിട്ട് വേണം നോക്കാൻ അത് പുഡിങ് സെറ്റായിട്ടുണ്ടോ എന്ന കാര്യം. ഇതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു കാറുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളർ കാറായിരുന്നു. അതിൻ്റെ വാപ്പ എനിക്ക് കോളേജിൽ പോകുന്ന സമയത്ത് മേടിച്ചതാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നാൾ കൊണ്ട് നടന്ന് അത് നല്ല അത്യാവശ്യം ഓൾഡായി. പിന്നെ തൊട്ടിട്ട് പോകുന്ന സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കാർ ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ആണ് സജസ്റ്റ് ചെയ്ത് പുതിയ കാർ മേടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ മേടിച്ച കാറാണ്. ഞാൻ മേടിച്ച ഫസ്റ്റ് കാറിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതെനിക്ക് എത്രത്തോളം സ്പെഷ്യൽ മൊമെൻ്റ് തന്നെ ആയിരിക്കുമല്ലോ. ഓൾസോ നമ്മുടെ ഈ വാഗനറിൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആ ഓൾഡ് വാഗനറിനെ ഓർക്കാറുണ്ട്. ആ വാഗനറിനെ മാറ്റിയിട്ടാണ് നമ്മളിത് മേടിക്കുന്നത്. അപ്പോൾ അതിവിടുന്ന് കൊണ്ടുപോകുന്ന സമയമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഇയാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 2 years ആയി. പല മൊമെൻറ്റ്സും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും അല്ലാതെ ഞാൻ ഒരുപാട് പുറത്തൊക്കെ കറങ്ങലും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മൊമെൻറ്റിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഈ കാർ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സോ ദിസ് കാർ ഈസ് വെരി വെരി സ്പെഷ്യൽ. സോ നമ്മുടെ കാറിൻ്റെ 2nd ബർത്ത്ഡേ ഞാനൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളും എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇതാണ് നജു പ്രിപ്പയർ ചെയ്ത് വെച്ച പുഡിങ്. എൻ്റെ സിസ്റ്റർ പ്രിപ്പയർ ചെയ്ത് വെച്ച പുഡിങ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ഇതാണ് ആ പുഡിങ്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാം അല്ലേ. ഇത് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുഡിങ് വന്നിട്ട് കാറിൻ്റെ മേലെ വെക്കാൻ പറ്റില്ലല്ലോ. കാരണം കാർ കുറച്ച് സ്ലാൻഡിങ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നജുവും ഞാനും കൂടെ പിടിച്ചുകൊണ്ട് നിന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് കട്ട് ചെയ്യല്ല, നമ്മളിത് കുറച്ച് വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സ്വീറ്റ് പകരമാണ്. ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. പക്ഷെ നമ്മളത് കട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. സ്വീറ്റ് പകരുന്നു, അത്രേ ഉള്ളൂ. മമ്മി ഇങ്ങോട്ട് വരുമോ? പിടിക്കാനൊക്കെ വിടല്ലേ മുത്തേ. ബാക്കി എല്ലാവരും അകത്താണ്. അകത്ത് പതിയെ നമുക്ക് പോയി സെർവ് ചെയ്യാം. അപ്പോൾ കാറിൻ്റെ ബർത്ത്ഡേ നമ്മൾ ഒഫീഷ്യലി സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. സോ അങ്ങനെ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ കാറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ കാറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്,
എനിക്ക് നമ്മൾ ആക്ച്വലി എല്ലാ ഫംഗ്ഷൻസും യൂഷ്വലി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സോ കാർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അത് മാത്രമല്ല ലൈക്ക് എന്താ പറയുന്നത്, എൻ്റെ കൂടെ എൻ്റെ ജേർണിയിൽ ഈ 2 years ആയിട്ട് ഞാൻ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാത്തിനും ഒരു സാക്ഷി തന്നെയാണ് എൻ്റെ കാർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ദിസ് ബർത്ത്ഡേ സർപ്രൈസ്. സോ നമ്മളങ്ങനെ കാറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കൊപ്പം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. സോ അതായിരുന്നു ഞാനിത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.